അമ്മ ചേച്ചീനൊക്കെ തട്ടി മാറ്റി കഷ്ടപ്പെട്ട് ചുവന്ന് കൊണ്ടുവരുന്നതേ പുളിയാണ്. ഈ കോൽപ്പുളിയില്ലേ നമ്മുടെ നാട്ടിൽ പിഴിയണത്, സാമ്പാറിനൊക്കെ പിഴിയുന്ന പുളി, അതാണ് കേട്ടോ. ചേച്ചിയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്ന വമ്പൻ പുളിമരത്തുമെന്നാണ് ഇതൊക്കെ വീഴുന്നത്. ഇത് ഒരുപാട് ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗം കൂടിയായിരുന്നു കേട്ടോ ഒരു കാലയളവിൽ. പിന്നെ ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് അവൻ പൂത്തുടങ്ങിയതാണ് ചേച്ചിയുടെ പരാതി. എങ്കിലും ഒരുപാടുണ്ട്. ദാ അമ്മയും ചേച്ചിയും കൂടി പറക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഓരോ ദിവസം കൊഴിയണത് കുറച്ച് കുറച്ച് പറക്കി വെച്ചിട്ട് ചേച്ചി ഇതാ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിവനെ ചാണാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ പുളി ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിനെ ചാണയാക്കാന്നാണ് പറയുക. അവർ രണ്ടാളും അവിടെ ഇരുന്ന് തൊണ്ട് പൊളിക്കട്ടെ. എനിക്ക് ഇതിൽ ഒരെണ്ണെടുത്ത് കടിച്ച് മുറിച്ച് തിന്നാൻ ഒരാഗ്രഹം. ചെറുപ്പത്തിൽ പുളി തിന്ന് കൂട്ടിയതിന് ഒരു കണക്കില്ല മക്കളെ, പക്ഷെ ഇപ്പം പറ്റണില്ല കേട്ടോ. അപ്പം അമ്മ ദേ കുറച്ച് പുളിയൊക്കെ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇനി കുരു കുത്തിയെടുക്കണം. പാലക്കാട്ടുകാർ ഇങ്ങനെയല്ല കേട്ടോ ഉണ്ണിയെ, നല്ലോണം ഉണക്കും. അപ്പൊ ഈ പുളി ഉണങ്ങി ഇതിന്റെ ഉള്ളിൽ കിരികിരിന്നാവും ഈ പുളിയും കുരു. എന്നിട്ട് ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല അത്. അവര് അമ്മയുടെ വീട് പാലക്കാടാണ് കേട്ടോ, അമ്മൂമ്മയുടെ വീട്. അത് കാരണം അമ്മയ്ക്ക് പാലക്കാടത്തെ ഒരുപാട് വിശേഷങ്ങൾ അറിയാം. അപ്പൊ അമ്മ പറയണത് ഇങ്ങനെയൊന്നും അല്ല, വേറെ രീതിയിലാണെന്ന്. ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണല്ലോ. നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് നല്ല ഷാർപ്പായിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ കുത്തിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ നാര് കളയാതെയും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ രണ്ടാളും കൂടി ഇരുന്ന് ആ പരിപാടി ചെയ്യട്ടെ കേട്ടോ. അപ്പൊ കുറച്ച് നേരം കൊണ്ട് നമ്മളെ കുത്തിയെടുത്തതാട്ടോ അത്. ഞാനും എൻ്റെ മോളും കൂടി കുത്തിയെടുത്തതാ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു ഉണ്ടാക്കണത്. ഉണ്ടാക്കി വെച്ചത് ഉപ്പ് കൂട്ടി ഇടിച്ച് ഉണ്ടാക്കി വെച്ചാൽ അത് കേട് വരാണ്ടിരിക്കുള്ളൂ. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉണക്കും വേണം. ഇനി ഇതിനെ അമ്മ പറഞ്ഞ പോലെ ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കാം. പണ്ട് ഒരലിലൊക്കെ ചെയ്തോടന്നേട്ടാ. അങ്ങനെ നിറച്ച് ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം ഒന്ന് പതുക്കൊന്ന് തെളിക്കുക. അത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പും ഇതും കൂടിയിട്ട്. അത് നമ്മുടെ കല്ലിത്തിരി കൂടി വലുതാണെങ്കിൽ നല്ലതായിരുന്നു. വെയിലത്തിട്ട് ഉണക്കിയ പുളി കുരു കളഞ്ഞ് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചതച്ച് ഇങ്ങനെ എടുക്കും. അത് നമ്മുടെ ഒലക്കും ഒരലും ഒക്കെ ഇപ്പോൾ ഒരു ഓർമ്മയായിട്ടുണ്ടാവും. എങ്കിലും ചെറുപ്പത്തിൽ ഒരുപാട് ആ ഒരലിൻ്റെ അടുത്ത് പോയി നിന്നിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ, അത് വാരി തിന്നിട്ട് വയറിളക്കം വരെ പിടിച്ചിട്ടുണ്ട്. അത്ര ഇഷ്ടമായിരുന്നു പുളി കുത്തുന്നോടത്ത് നിൽക്കാനും അതുപോലെ തന്നെ പുളിങ്കുരു വറുത്ത് കഴിക്കാനൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുളിങ്കുരു വറുത്തത് കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചു ഇതെന്താ ശ്രീന്ന്. ഒരു 750 ഉണ്ടാവും കേട്ടോ. അപ്പോൾ പക്ഷെ 1 ലിറ്റർ ഇടിച്ച പോലെ ഇനി ആയില്ല മോനെ. ഇതാണ് നമ്മുടെ പുളിച്ചാള. ഇതാണ് പഴയത്. ഇതേപോലെ ആവും ഇനി. ഇത് വേണ്ട. ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകൾ വന്നില്ലേ. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കുക വേണ്ടു കേട്ടോ. സംഭവം സെറ്റ്.